രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങയെ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന പുത്രസ്ഥാനത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനും എന്നെ സഹായിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും മതപാഠ ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി സാക്ഷ്യം നൽകാമെന്നും അങ്ങനെ അങ്ങയെ അറിയുന്നതിന് പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേപ്പ് പിതാവേ, എന്റെ കാവൽ മാലാഖയെ, ഈ പുണ്യകർത്തവ്യത്തിൽ എന്നെ സഹായിക്കണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അവിടുന്ന് ഞങ്ങളിൽ ചൊരിയുന്ന അനന്തമായ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും സ്നേഹത്തിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ക്ലാസ് യഥാവിധി മനസ്സിലാക്കുവാൻ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. അമ്മേ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധാത്മ അമ്പുരാൻ്റെ അമ്മേ, പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ കുട്ടികളെ, ക്രൈസ്തവ കലാദർശനം എന്ന പാഠത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കലയോടും സാഹിത്യത്തോടുമുള്ള വിവിധങ്ങളായ കാഴ്ചപ്പാടുകളാണ്. കല കലയ്ക്കു വേണ്ടി എന്ന വാദം സഭ അംഗീകരിക്കുന്നില്ല. മറിച്ച് കല ആത്യന്തികമായി ജീവിതത്തിനും മനുഷ്യനും വേണ്ടിയായിരിക്കണമെന്നും ധാർമ്മിക മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നവയും ആയിരിക്കണം എന്ന കാഴ്ചപ്പാടാണ് സഭയ്ക്കുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക കലയുടെ വിവിധ ഭാഗങ്ങളും സഭയിൽ കലയും സാഹിത്യവും ഏതെല്ലാം രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതുമാണ്. കൂടാതെ കേരളത്തിലെ ഭാഷാ സാഹിത്യ വ്യാകരണ മേഖലകളിൽ മിഷണറിമാരുടെ സംഭാവനകളെക്കുറിച്ചും പഠിക്കുന്നു. കലയെ ദൃശ്യമെന്നും ശ്രവ്യമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. കണ്ട് ആസ്വദിക്കുന്നത് ദൃശ്യവും കേട്ട് ആസ്വദിക്കുന്നത് ശ്രവ്യവും. എന്നാൽ രണ്ടും കൂടി ഒരുമിച്ച് അവതരിപ്പിക്കുമ്പോൾ ആണ് ആസ്വാദകർക്ക് ഹൃദ്യമാകുന്നത്. ഭാഷ രചനയിലൂടെ അവതരിപ്പിക്കുന്നതാണ് സാഹിത്യം. സാധാരണ ഭാഷാ ഉപയോഗം ആണ് ആശയവിനിമയത്തിന് നല്ലത്. സാധാരണ നാട്ടുഭാഷ എന്ന് നമ്മൾ പറയും. എന്നാൽ ചമത്കാരപൂർണമായ, അതായത് അലങ്കാരങ്ങളോട് കൂടിയ ഭാഷാരചനയാണ് സാഹിത്യത്തിന് ചേർന്നത്. സഹിത ഭാവമുള്ളതാണ് സാഹിത്യം എന്ന് പറയാറുണ്ട്. അതായത് മനുഷ്യനോട് സഹവസിക്കുന്ന, അതായത് ജീവിതത്തോട് ചേർന്നിരിക്കുന്നതാണ് സാഹിത്യം എന്നർത്ഥം. ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ മനുഷ്യനും അവന്റെ ജീവിതവുമാണ് സാഹിത്യത്തിന് അടിസ്ഥാനം ആകേണ്ടത്. സാഹിത്യേതര കലകൾ അല്ലെങ്കിൽ സാഹിത്യ പൂർണ്ണമല്ലാത്ത മറ്റു രീതിയിലുള്ള കലകൾ, ദേവാലയ നിർമ്മാണം, ഭവന നിർമ്മാണം, പ്രതിമ നിർമ്മാണം, ചിത്ര ശില്പരചന എന്നിവ സാഹിത്യേതര കലകളിൽ പെടുന്നു. അടുത്തത് ക്രൈസ്തവ ദേവാലയ നിർമ്മിതി. കൂപ്പി ഉയർത്തിയ കരങ്ങളുടെ രൂപത്തിലുള്ള അഥവാ സ്തൂപങ്ങളുടെ അഗ്രം പോലെയുള്ള ഗോത്തിക് ശൈലിയാണ് പലപ്പോഴും ദേവാലയ നിർമ്മിതിയിൽ അനുവർത്തിച്ച് പോരുന്നത്. കാറ്റക്കൂമ്പുകൾ. ആദിമ നൂറ്റാണ്ടുകളിൽ മതമർദ്ദനം നിലനിന്നിരുന്ന കാലത്ത് പാറകൾ തുരന്ന് ഉണ്ടാക്കിയിരുന്ന സെമിത്തേരികളാണ്
കാറ്റക്കൂമ്പുകൾ എന്നറിയപ്പെടുന്നത്. പരസ്യാരാധന സാധ്യമല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ വിശ്വാസികൾ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയിരുന്നത് ഇവിടെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മിഷണറിമാരുടെ സംഭാവനകളാണ്. 16, 17, 18 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ വേദപ്രചാരാർത്ഥം എത്തിച്ചേർന്ന കർമ്മലീത്ത മിഷണറിമാർ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന സാധാരണ ജനങ്ങളെ പുനരുദ്ധരിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് വിദ്യാഭ്യാസം. സാധാരണക്കാർ ഉപയോഗിച്ചിരുന്ന ഗദ്യത്തിന് ഒരു നിശ്ചിത രൂപഘടനയോ ക്രമമോ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഭാഷയുടെ ശാസ്ത്രമാണ് വ്യാകരണം, അതായത് ഗ്രാമർ. ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് വ്യാകരണമാണ്. മലയാള ഗദ്യത്തിന് ആദ്യ വ്യാകരണ ഗ്രന്ഥം എഴുതിയത് ഡോക്ടർ ആഞ്ചലോ ഫ്രാൻസിസ് OCD ആണ്. വരാപ്പുഴ വികാരിയത്തിന്റെ ആദ്യത്തെ മെത്രാനാണ് അദ്ദേഹം. 1700 മുതൽ 1712 വരെ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദകോശത്തിന്റെയും അതായത് ഡിക്ഷണറിയുടെയും കർത്താവ് അദ്ദേഹമാണ്. ക്രിസ്ത്യൻ ഭവനങ്ങളിൽ സന്ധ്യയ്ക്ക്, പ്രത്യേകിച്ച് നോയമ്പ് കാലത്ത് പാരായണം ചെയ്യുന്നതിന് ഈശോ സഭാംഗമായ അർണോസ് പാതിരി എഴുതിയ മരിയ വിലാപം വളരെ പ്രസിദ്ധമാണ്. സംസ്കൃതത്തിൽ നേടിയ അഗാധ പാണ്ഡിത്യം പലരെയും അദ്ദേഹത്തെ ഗുരുസ്ഥാനത്ത് നിർത്തുവാൻ പ്രേരിപ്പിച്ചു. ഗദ്യത്തിലും പദ്യത്തിലും നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ മറ്റൊരു കർമ്മലീത്ത വൈദികനാണ് പൗലിന്യൂസ് പാതിരി. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മളുടെ കേരളത്തിലെ വിവിധ സഭാ സമുദായങ്ങളിൽ നിലനിന്നിരുന്ന വിവിധങ്ങളായ കലകളെ, മാർഗംകളി, പരിചമുട്ടുകളി, ചവിട്ടുനാടകം തുടങ്ങിയ ആ കലാവിരുന്നുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വിവിധങ്ങളായ കല, സാഹിത്യ, രചന കഴിവുകളെ അവിടുത്തെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുവാൻ അവിടുന്ന് തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ കഴിവുകളെ അങ്ങ് വർദ്ധിപ്പിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. താങ്ക് യു.